മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ പത്തോടി റോഡിൽ തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നു. രാത്രിയുടെ മറവിൽ റോഡരികിൽ തള്ളുന്ന മാലിന്യമാണ് ഈ ഭാഗത്ത് നായ്ക്കൾ പെരുകാൻ കാരണം. ഇപ്പോൾ ഭീതിയോടെയാണ് ഇതുവഴി യാത്രക്കാർ കടന്നുപോകുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ കൂട്ടത്തോടെ എത്തുന്ന നായ്ക്കൾ കാരണം ഇവിടെ പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. റോഡരികിൽ തള്ളുന്ന തെരുവ് മാലിന്യങ്ങൾ തിന്നാനാണ് 25ഓളം വരുന്ന തെരുവ് നായ്ക്കളുടെ കൂട്ടം ഇവിടെ തമ്പടിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശവാസികൾ മുൻകൈയെടുത്ത് ഈ ഭാഗം ശുചീകരിച്ചിരുന്നെങ്കിലും വീണ്ടും ചിലർ വൻതോതിൽ മാലിന്യം കൊണ്ടു തള്ളുന്നത് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കാതെ കിടക്കുന്നതിനാൽ പ്രദേശം രാത്രികാലങ്ങളിൽ പൂർണ്ണമായും കൂരിരുട്ടിലാണ്. ഇത് കാൽനട യാത്രക്കാരുടെയും ഇരുചക്ര വാഹന യാത്രികരുടെയും ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്നുണ്ട്. നായ്ക്കളുടെ ആക്രമണം ഇതാദ്യമായല്ല ഇവിടെയെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിപ്പോ എല്ലാവരും കൂടിയുള്ളത് ഈ കച്ചറിന്റെ വിഷയത്തിലും നായിന്റെ വിഷയത്തിലാണ്. കച്ചറ അല്ലെങ്കിൽ ഫുള്ള് ഇപ്പൊ റോഡിലാണ് കച്ചറ ഇടുന്നത്. മുമ്പ് കുറച്ച് സൈഡിലിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റോഡിലാണ് മനുഷ്യന്മാർ പോകുമ്പോൾ വലിച്ചു കഴിഞ്ഞിട്ട് പോകുന്നത്. ഈ ഷോപ്പുകാർ രാത്രിയാണ് കൂടുതൽ. രാവിലെ നോക്കുമ്പോൾ ഫുള്ള് റോഡിൽ കച്ചറ. ഈ കച്ചറ എന്നാൽ നായ്ക്കൾ വരുന്നുണ്ട്. ഇതിൽ എത്ര കുട്ടികൾ മദ്രസക്കും സ്കൂൾക്ക് പോകുന്ന കുട്ടികളുണ്ട്. ഈ നായിനെ പേടിച്ച് കുറെ കുട്ടികൾ സ്കൂൾക്കും മദ്രസ പോകുന്നില്ല ഈ പോകുന്ന വഴിയിലൂടെ. രാത്രികാലം ലൈറ്റിന്റെ കാര്യം തന്നെ. ഇവിടെ ഒരു ലൈറ്റ് ഇല്ല. അവിടെ ഒരു ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഉള്ളത് ടൗണിൽ ഉപ്പള ടൗണിൽ ആ ഗ്യാപ്പ് ലൈറ്റ് പോലും ഇല്ല. അത്ര ഇരുട്ടാണ് രാത്രി. ആ ഇരുട്ടിന്റെ മറവിലാണ് കച്ചറ ഓടുന്ന എല്ലാവരും തള്ളുന്നത്. ഇവിടെ 7 മാസം മുൻപ് പ്രദേശത്തെ ഒരു വീട്ടിലെ ആടുകളെയും തൊട്ടടുത്ത വീട്ടിലെ 5 കോഴികളെയും തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നിരുന്നു. അക്രമകാരികളായ ഈ നായ്ക്കൾ എപ്പോൾ വേണമെങ്കിലും മനുഷ്യരെയും പ്രത്യേകിച്ച് കുട്ടികളെയും ആക്രമിച്ചേക്കാമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. ഇത് നമ്മളെ നാട്ടില് പത്തോടി ഓടി പോകുന്ന റോഡിലേക്ക് കുറെ കച്ചറകൾ കൊണ്ടെത്തിയിരുന്നു. അത് പീഡിയക്കാർ ജാസ്തി കൊണ്ടുവരുന്നു. ഹോട്ടൽക്കാർ പിന്നെ ഈ മധുവിന്റെ തൊട്ടുണ്ടായിരുന്നു. ഒരു പിടിച്ച് ഐഡിയൽ ബേക്കറിന്റെ ഇതുണ്ടായിരുന്നു. അതിൽ ഞാനും പയ്യന്മാരെ പണിയത് ഉള്ള ഫ്ലേറ്റ് തന്നെ കെട്ടുന്നു, റൂം കെട്ടുന്നു. വാടക അതിന് വേണ്ടി സൗകര്യമാക്കി കൊടുക്കുന്നില്ല. അത് കൊണ്ടു ഇടുന്ന റോഡിലേക്ക് ഒരു 6 ബൾബിൽ കൊണ്ട് ഇടുന്നു. പിന്നെ കുറെ ഞാൻ പിടിച്ചിട്ട് ഒന്നും ആയിട്ടില്ല. പിടിച്ചിട്ടു എല്ലാം അത് അതേപോലെ നടക്കുന്നത്. ഇപ്പോൾ നടന്നുള്ളത് തന്നെ കുറെ നായ്ക്കളുണ്ട്. നായ്ക്കൾ വന്ന ശല്യമുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നായ്ക്കൾ പയ്യന്ന് പോകുന്നു. 10-25 നായുണ്ട്. അതിന് കൊല്ലാനില്ല ആരും. പിന്നെ ഉള്ള കച്ചറ കൊണ്ട് ഇടുന്നത് ഈ ഭാഗത്താണ്. അപ്പൊ ആ ഭാഗത്ത് ക്യാമറ വെച്ചുകൊണ്ട് ആരും അവിടെ ഇടുന്നില്ല. ഇതിനെ കൊണ്ട് റോഡ് സൈഡിൽ കൊണ്ട് ഇട്ടിട്ട് പോകുന്നു. ഇവിടെ പ്രദേശത്തെ ഗുരുതരമായ ഈ അവസ്ഥ ചൂണ്ടിക്കാട്ടി മംഗൽപാടി പഞ്ചായത്തിൽ പലതവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ സ്ഥലങ്ങളിൽ റോഡ് സൈഡിൽ കുറെ പേര് കച്ചറ കൊടുത്തിരുന്നു. കുറെ അന്യ സംസ്ഥാന തൊഴിലാളികൾ രാത്രി കാലങ്ങളിൽ കച്ചറ കൊടുത്തിരുന്നു. ഇതുകൊണ്ട് ഈ റോഡിൽ സ്കൂൾക്ക് പോകുന്ന കുട്ടികൾ, മദ്രസക്ക് പോകുന്ന കുട്ടികൾ, ട്യൂഷന് പോകുന്ന കുട്ടികൾ അവർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. 10-20-30 നായ്ക്കളൊക്കെ ഇവിടെ വന്നിട്ട് കച്ചറ തിന്നാൻ വരുന്നു. മാലിന്യ നിക്ഷേപം തടയാൻ കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങളോ CCTV ക്യാമറകളോ സ്ഥാപിക്കാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. തെരുവ് വിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്തി പ്രകാശിപ്പിക്കാനുള്ള അടിയന്തര നടപടിയും ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിൽ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ. ಅದೇ ಇಲ್ಲಿಗ ಅದೇ ರೋಡ್ ಸೈಡಲ್ಲಿ ನಮ್ಮ ಮನೆ ಎದುರಲ್ಲಿಯೇ ಎಲ್ಲರೂ ಬಂದು ಬೇಡದ ಕಟ್ಟಡವನ್ನೆಲ್ಲ ಹಾಕ್ತಾರೆ. ಮತ್ತೆ ಇಲ್ಲಿ ಒಂದನೇದಾಗಿ ಲೈಟ್ ವ್ಯವಸ್ಥೆ ಇಲ್ಲ. ಲೈಟ್ ವ್ಯವಸ್ಥೆ ಇಲ್ಲದ್ರಿಂದ ಎಲ್ಲರೂ ಬೇಕಾದ ಹಾಗೆ ಹಾಕ್ತಾರೆ. ಅದರಿಂದ ಇಲ್ಲಿ ಒಂದು CCTV ಇಂಥದ್ದನ್ನೆಲ್ಲ ಇಟ್ಟರೆ ಎಲ್ಲರೂ ಇದಕ್ಕೆ ಸ್ವಲ್ಪ ಕಡಿವಾಣ ಬೀಳ್ತಾರೆ. ಮತ್ತೆ ಇಲ್ಲಿ ಅತ್ಲಾಗಿತ್ತೆ ಎಲ್ಲರಿಗೂ ಹೋಗ್ಲಿಕ್ಕೆಲ್ಲ ಬಹಳ ತೊಂದರೆ ಆಗ್ತಾರೆ. ಬಹಳ ವಾಸನೆ ಎಲ್ಲ ಬರ್ತಾರೆ. ಅದರಿಂದ ಎಲ್ಲರಿಗೂ ಬಹಳ ಕಷ್ಟ ಆಗ್ತಾ ಉಂಟು. ಅದರಿಂದ ಇದಕ್ಕೆ ಬೇಕಾದಂಥ ವ್ಯವಸ್ಥೆಯನ್ನ ಬೇಗ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿ ಎಲ್ಲ ನಾವು ಕಳಕಳಿಯಿಂದ ವಿನಂತಿ ಮಾಡ್ತಾ ಕೊಡ್ತಾ ಇದ್ದೇವೆ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ കണ്ണടച്ചിരിക്കുമ്പോൾ നാളെ വലിയൊരു ദുരന്തമുണ്ടായാൽ ആരുത്തരം പറയുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഞങ്ങൾ ഒരു മാസം മുമ്പ് ഓരോരോ ആട് ഒരു ദിവസത്തിൽ കൊന്നിട്ട് നായി കൊണ്ടിട്ട് തിന്നിട്ട് പോയി. അതിന് ആടുന്നേ ഇല്ല. അതിന് മുമ്പ് 8 കൊല്ലം മുമ്പ് 3:30 മണിക്ക് 5 ആട് കൊന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ പോറ്റാൻ ഇല്ല എന്നെല്ലാം മതിയാക്കി. ഈ നായിക്കൊണ്ട് കുഞ്ഞിന് ഡേഞ്ചർ, കുഞ്ഞുകളിൽ വിടുന്ന ഡേഞ്ചർ. ഇപ്പോൾ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും പ്രദേശത്തെ തെരുവ് വിളക്കുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കാനും തെരുവ് നായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാനും മംഗൽപാടി പഞ്ചായത്ത് അധികൃതർ ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.